മാനന്തവാടിയിൽ ആക്രമണം നടത്തിയ ബേലൂർ മാഖ്ന എന്ന കാട്ടാനയെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 4 കുങ്കിയാനകൾ ബാവലിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ് ചേരുന്നു. ഇന്നലെ ജനവാസ മേഖലയിൽ ഇറങ്ങി പയ്യമ്പള്ളി ചാലിക്കത്ത പനച്ചിയിൽ അജീഷിനെ കൊന്ന കർണാടക വനംവകുപ്പിന്റെ റേഡിയോ കോളർ സ്ഥാപിച്ച ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം രാവിലെ തന്നെ ആരംഭിച്ചു. വനംവകുപ്പിന്റെ നിഗമനപ്രകാരം ഇപ്പോൾ ഈ ആനയുള്ളത് കാട്ടിക്കുളത്തെ ജനവാസ മേഖലയിലാണുള്ളത്. ഈ വനമേഖലയോട് ചേർന്ന ബാവലി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ ഏകദേശം റോഡിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള ആ വനമേഖലയിൽ തന്നെയാണ് ഇപ്പോൾ ആനയുണ്ട് എന്നാണ് വനംവകുപ്പിന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ച് ഇതിനെ നിരീക്ഷിക്കാനുള്ള സംഘം വനത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് വനംവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് പയ്യമ്പള്ളി ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. എന്തായാലും ഇന്നലെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പനച്ചിയിൽ അജീഷിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വലിയ ജനാവലിയോടുകൂടി തന്നെ വീട്ടിലെത്തിച്ചു. നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ അജീഷിന്റെ വീട്ടിലേക്ക് ഒരു നോക്ക് കാണുവാനായി എത്തുന്നത്. എന്തായാലും ആനയെ എങ്ങനെയെങ്കിലും മയക്കുവെടി വെച്ച് പിടികൂടി ആനപ്പന്തിയിലേക്ക് മാറ്റാനുള്ള വലിയ ശ്രമമാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഇന്നലെ ഇറങ്ങിയ ആന വീണ്ടും ഇന്നലെ ഈ പയ്യമ്പള്ളി ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ ആന ജനവാസ മേഖലയിൽ എത്തിയത്. ഈ ആനയ്ക്ക് പുറമെ 3 ആനകൾ കൂടി, ഒരു ആനക്കൂട്ടം കൂടി ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനെ വനപാലകർ ഇന്നലെ രാത്രി പടക്കം പൊട്ടിച്ച് ഓടിക്കുകയാണ്. ഇവിടെ നിന്നാണ് ആന ഇപ്പോൾ കാട്ടിക്കുളത്തെ മണ്ണുണ്ടി എന്ന ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത്. ഇത് ഈ വനമേഖലയോട് ചേർന്ന ഭാഗമാണ്, കർണാടക വനമേഖലയോട് ചേർന്ന ഭാഗമാണ്. ആ ഭാഗത്താണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ബത്തേരിയിലെ ആനപ്പന്തിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നത്.